ഉഷ ആദ്യമായിട്ട് ഏത് സിനിമയിലൂടെ രംഗത്ത് വന്നത്? ഞാൻ ആദ്യം അഭിനയിച്ച സിനിമ ഇതുവരെ റിലീസായിട്ടില്ല. ഈണം മറന്ന കാറ്റ് എന്ന സിനിമയാണ് ആദ്യം അഭിനയിച്ചത്. അതിനുശേഷം ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ കണ്ടതും കേട്ടതും എന്ന സിനിമയിലൂടെ ഞാൻ ആദ്യമായിട്ട് സിനിമാ ലോകത്തേക്ക്. കണ്ടതും കേട്ടതും റിലീസ് ചെയ്ത ആദ്യത്തെ പടം. അതെ, റിലീസ് ചെയ്ത ആദ്യത്തെ പടം. ഈ സിനിമയിൽ അവസരം ഉണ്ടാവാൻ അതിനു മുമ്പ് മറ്റൊരു സിനിമയിൽ അഭിനയിച്ചത് റിലീസായിട്ടില്ല. ആ സിനിമയിൽ വരാൻ, സിനിമയിൽ ആദ്യ അവസരം ഉണ്ടാവാനുണ്ടായ കാരണം എന്ന് പറയുന്നത്? ഞാൻ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് നൃത്തത്തിനാണ് പ്രാധാന്യം കൊണ്ടുവരുന്നത്. കാരണം എൻ്റെ ഫാദർ നല്ലൊരു കലാകാരനായിരുന്നു. പുള്ളി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു തബലിസ്റ്റാണ്. പുള്ളി കലാകാരനായതുകൊണ്ടാണ് എന്നെ 3 വയസ്സ് മുതൽ നൃത്തം പഠിപ്പിച്ചു കലാരംഗത്തേക്ക് കയറ്റിച്ചുകൊണ്ടുവന്നത്. കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ എനിക്ക് നാടോടി നൃത്തത്തിൽ 1ാം സമ്മാനം 87-88 കിട്ടി. അന്ന് ആ സമയത്ത് എൻ്റെ ഫോട്ടോസൊക്കെ മലയാളത്തിലെ എല്ലാ പത്രങ്ങളിലും ഒരു മുസ്ലിം കുട്ടി നൃത്തത്തിന് 1ാം സമ്മാനം വാങ്ങിച്ചു, നല്ല പബ്ലിസിറ്റിയൊക്കെ ആയിരുന്നു. ആ സമയത്താണ് എന്നെ സിനിമയിലേക്ക്. ആ സമയത്ത് എൻ്റെ വാപ്പയുടെ ഒരുപാട് ഫ്രണ്ട്സ് സിനിമ ഫീൽഡുമായിട്ട് ബന്ധമുണ്ട്. അവരൊക്കെ കൂടെ നിർബന്ധിച്ചാണ് ഈണം മറന്ന കാറ്റ് എന്ന സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിപ്പിച്ചത്. അതിനുശേഷം ആ സിനിമ റിലീസായില്ല. പിറ്റേ വർഷം എനിക്ക് നൃത്തത്തിൽ സമ്മാനം കിട്ടി. അപ്പോൾ ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, പുതിയ ഹീറോയിൻസിന് ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ വാപ്പി ആപ്ലിക്കേഷൻ അയച്ചു. 1000-ഓളം പെൺകുട്ടികളുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന്. അതിൽ ഭാഗ്യം കൊണ്ട് എനിക്ക് സെലക്ഷൻ കിട്ടി. സിനിമയിലേക്ക് വന്നു. അതിനുശേഷം രണ്ടാമത് അഭിനയിച്ചത് ശ്രീനിവാസൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത വടക്കുനോ കേന്ദ്രം എന്ന സിനിമയ്ക്കാണ്. ആ സിനിമയ്ക്ക് ആ വർഷം ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടി. പിന്നീട് കിരീടം, കാർണിവൽ, വർണ്ണ, കോട്ടയം വിജയിച്ച്. പിന്നെ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട മലയാളം ദൂരദർശൻ്റെ 2 സീരിയൽ, ദേവമനോഹരി നീ, അറബിക്കടലിന്റെ റാണി. ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ഏതാണ്? നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ സംതൃപ്തി ഉണ്ടാക്കി തന്ന കഥാപാത്രം എന്ന് പറയാവുന്നു? ആദ്യത്തെ പടത്തിലെ ക്യാരക്ടർ എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. ഒരു തമിഴത്തിയുടെ ക്യാരക്ടറാണ്, മുത്തുലക്ഷ്മി എന്ന് പറയുന്നൊരു ക്യാരക്ടർ. നല്ല ക്യാരക്ടറായിരുന്നു. പിന്നീട് ചെയ്ത സിനിമകളിൽ അങ്ങനെ എടുത്തു പറയാൻ പറ്റിയ ക്യാരക്ടറൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അറിയാമല്ലോ, മലയാള സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. അവരിങ്ങനെ വരും പോകും. നായകന്മാർക്കാണ് പ്രാധാന്യം. എന്നാലും എടുത്തു പറയാവുന്ന കോട്ടയം കുഞ്ഞച്ചനിൽ നല്ല ക്യാരക്ടറായിരുന്നു. മമ്മൂട്ടിയുടെ കൂടെ ഈക്വലായിട്ട് ചെയ്ത ഒരു ക്യാരക്ടർ. നല്ല റെസ്പോൺസ് ആയിരുന്നു ഓഡിയൻസിന് ആ ക്യാരക്ടർ. പിന്നെ 2 TV സീരിയലിലെ ക്യാരക്ടർ, ഞാനാണ് അതിൻ്റെ മെയിൻ ക്യാരക്ടർ. 13 എപ്പിസോഡ്. നല്ല ക്യാരക്ടേഴ്സ്, രണ്ടും നല്ല മെച്യൂർഡ് ക്യാരക്ടർ. ഒന്ന് ജേർണലിസ്റ്റ്, ഒന്ന് കസ്റ്റംസ് ഓഫീസറായിട്ട്. നല്ല ക്യാരക്ടേഴ്സാണ് ചെയ്തത്. മലയാള സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾ കുറഞ്ഞു വരുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇതൊരു നല്ല ട്രെൻഡാണോ? അത് നടികളില്ലാത്തത് കൊണ്ടാണോ, അതല്ല കഥകളില്ലാത്തത് കൊണ്ടാണോ? കഥകളില്ലാത്തത് കൊണ്ടുമല്ല, നടികളില്ലാത്തത് കൊണ്ടുമല്ല. അതിന് ഏറ്റവും ഞാൻ പറയുന്നത് ഓഡിയൻസിനെയാണ്. കാരണം ഹീറോയിൻ സബ്ജക്റ്റ് എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സ് തയ്യാറായിരുന്നു പ്രൊഡ്യൂസേഴ്സ്. അങ്ങനെയുള്ള സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പടങ്ങൾ ഓടാറില്ല. അവർക്ക് നായകന്മാർ ഇടിയും നായകന്മാരുടെ അഭിനയമൊക്കെ മതി. നായകന്മാർക്കുള്ള അങ്ങനെയുള്ള പടങ്ങൾ ഓടാറില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപ മുടക്കി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പുള്ളിക്ക് എന്തെങ്കിലും ലാഭം വേണമല്ലോ, ആ പ്രൊഡ്യൂസർക്ക് എന്തെങ്കിലും ലാഭം വേണം. അങ്ങനെ ഒരു 20 ലക്ഷം രൂപ 25 ലക്ഷം രൂപ മുടക്കി ഒരു ഹീറോയിൻ സബ്ജക്റ്റ് എടുത്താൽ ആ പടം ഓഡിയൻസ് സ്വീകരിക്കുന്നില്ല, അത് ഫ്ലോപ്പ് ആകുകയാണ് ചെയ്യുന്നത്. പിന്നെങ്കിലും ഇപ്പോൾ ഉർവശി ചെയ്യുന്ന ക്യാരക്ടർ, ഉർവശിക്ക് ഉർവശി ചെയ്യുന്ന പടങ്ങളൊക്കെ നന്നായിട്ട് ഓടാറുണ്ട്. അതുപോലെ എല്ലാ ഹീറോയിൻസിനും അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടിയാലും മലയാളത്തിൽ ഒരുപാട് കഴിവുള്ള പെൺകുട്ടികളുണ്ട്. എല്ലാവരും നല്ല ആർട്ടിസ്റ്റുകളാണ്. നടികൾ വരാത്തതുകൊണ്ടല്ല, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെയല്ല, എല്ലാ നടികൾക്കും കഴിവുണ്ട്. അവരെ ഉപയോഗിക്കണം. എല്ലാ നടിമാരും ഉപയോഗിക്കണം. ഉപയോഗിച്ച് നോക്കുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ നമുക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്ന്. ഈ ട്രെൻഡ് മാറും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നെനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. മലയാള സിനിമയിൽ നടികളുടെ കുറവ്
നികത്തുന്നതിന് വേണ്ടി മറ്റിതര ഭാഷാ ചിത്രങ്ങളിൽ പോയി നടികളെ കടമെടുക്കുന്ന ഈ ഒരു രീതിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മലയാളത്തിലെ കഴിവുള്ള ഒരുപാട് ആർട്ടിസ്റ്റുണ്ട്, ഒരുപാട് നടികളുണ്ട്. പക്ഷേ അവരെ ഒന്നും മലയാള സിനിമയിലെ ഡയറക്ടേഴ്സിന് ആവശ്യമില്ല. അവരെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവർ ഹിന്ദിയിൽ നിന്നും ബോംബെക്കാരെയും അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ് നടികളെയും തെലുങ്കിൽ നിന്ന് തെലുങ്ക് നടികളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു അവരെയാണ് അഭിനയിപ്പിക്കുന്നത്. അതൊരു ഫാഷനായിട്ട് മാറിയിരിക്കുകയാണ്. ഞങ്ങളുടെ പടത്തിൽ നായിക തെലുങ്ക് നടിയാണ്, അല്ലെങ്കിൽ ഹിന്ദി നടിയാണ്, ബോംബെക്കാരിയാണ്, പാകിസ്ഥാൻകാരിയാണെന്നൊക്കെ പറയുന്നത് ഒരു ക്രെഡിറ്റായിട്ട് ഇന്ന് മലയാള സിനിമയിൽ ഡയറക്ടേഴ്സ് വിചാരിക്കുന്നു. അപ്പോൾ മലയാളത്തിൽ ഒരു പ്രോത്സാഹനവും കൊടുക്കാതെ ചവിട്ടി താത്തിയിട്ടിരുന്ന പല ആർട്ടിസ്റ്റുകളും തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും മറ്റു ഭാഷകളിൽ പോയി സൂപ്പർ സ്റ്റാർസ് ആയിട്ടുണ്ട്. ഉദാഹരണം അംബിക, രാധ, പിന്നെ ശ്രീജ, സിത്താര, അവരൊക്കെ മലയാളത്തിലെ ഒരു പ്രോത്സാഹനം കൊടുക്കാതിരുന്ന ആർട്ടിസ്റ്റുകളാണ്. പിന്നീട് അവരെ തമിഴിലും തെലുങ്കിലും ഒക്കെ അഭിനയിച്ച് സൂപ്പർ സ്റ്റാർസ് ആയി കഴിഞ്ഞിട്ട് പിന്നെ മലയാളത്തിലെ ഡയറക്ടേഴ്സ് അവരുടെ ഡേറ്റ്സിന് വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് മുറ്റത്തും മുല്ലയ്ക്ക് മണമില്ല എന്നാണ് അതിനർത്ഥം. കൂടുതൽ നമ്മുടെ നാട്ടിലുള്ള നടികളെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ഞങ്ങളിലുള്ള കഴിവ്, അങ്ങനെ ഒരു അവസരം തന്നാലല്ലേ ഞങ്ങളിൽ എന്താണ് കഴിവുണ്ട് ഉള്ളതെന്ന് പ്രേക്ഷകർക്കും അല്ലെങ്കിൽ അത് മലയാള സിനിമയിലെ ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനൊക്കെ മനസ്സിലാവുകയുള്ളൂ. സിനിമയെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു? ഒരു കലാ മാധ്യമം എന്ന നിലയ്ക്ക് ഒരു ഹോബി, ഒരു റിലാക്സിന് വേണ്ടിയുള്ള ഒരു സാധനം, അതല്ല സിനിമയിലൂടെ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന പല നല്ല കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. അതൊരു ആർട്ട്. ആദ്യം എനിക്ക് ഒരു ഹോബിയായിരുന്നു. കാരണം എൻ്റെ വീട്ടുകാർ പറയുന്നു അഭിനയിക്ക്, അതുകൊണ്ട് ഞാൻ അഭിനയിച്ചിരുന്നതാണ്. പിന്നീട് അതിൻ്റെ ഒരു തൊഴിലായിട്ടാണ് ഞാൻ ഇപ്പോൾ തൊഴിലായിട്ടാണ് കാണുന്നത്. കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ കൊടുത്ത് കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഏത് തരത്തിലുള്ള സിനിമകളാണ്? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇന്ന സിനിമ കാണണം, ഇന്ന സിനിമയെ കാണുമെന്നൊന്നുമില്ല. നല്ല സിനിമ എല്ലാം ഞാൻ കാണും, എല്ലാം ആസ്വദിക്കും. അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്ന തരം കഥാപാത്രങ്ങൾ, അതാ ദുഃഖ കഥാപാത്രങ്ങളോ, അതല്ല വളരെ ഹാപ്പി ആയിട്ടുള്ള കഥാപാത്രങ്ങളോ, അതല്ല കോമഡി ടൈപ്പ് കഥാപാത്രങ്ങളോ, ഏതാണ് കൂടുതൽ നിങ്ങളുടെ സ്ട്രക്ചറിനും നിങ്ങളുടെ ശൈലിക്കും ഒതുങ്ങുന്നതെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയിട്ടില്ല? അങ്ങനെ എന്തെങ്കിലും പ്രത്യേക തരംതിരിവുകൾ എന്തെങ്കിലും? അങ്ങനെ തരംതിരിച്ച് അഭിനയിക്കാനുള്ള ഒരു ആർട്ടിസ്റ്റ് ഒന്നും ആയിട്ടില്ലല്ലോ ഞാൻ. പിന്നെ ഡയറക്ടേഴ്സ് തരുന്ന ഏത് ക്യാരക്ടറും എൻ്റെ കഴിവിനനുസരിച്ച് നന്നായിട്ട് ചെയ്യാം എന്നാണ് എൻ്റെ വിശ്വാസം. അഭിനയത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ടോ? ഒരു സിനിമ അഭിനയം ഒരു തൊഴിലാക്കിയിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് അഭിനയത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ മറ്റുള്ള നടികളുടെ അഭിനയ പാഠവും മനസ്സിലാക്കാനുള്ള കാസറ്റുകൾ കാണുകയോ അതല്ലെങ്കിൽ പുസ്തക പാരായണങ്ങളോ അതല്ല മറ്റുള്ളവരോട് സംസാരിക്കും, അത്ര എന്തെങ്കിലും? എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഞാൻ അഭിനയിക്കുന്നത്. ഇത് അഭിനയം തുടങ്ങിയതിനു ശേഷം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോകാൻ അവസരം കിട്ടുകയായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെടുത്തായിരുന്നു എന്നുള്ള തോന്നലുണ്ടായിട്ടില്ല? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ എൻ്റെ സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, തിയേറ്ററിൽ പോയൊക്കെ കാണുമ്പോൾ, റിലീസായി കഴിയുമ്പോൾ കാണുമ്പോൾ തോന്നാം അയ്യോ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നാറുണ്ട്. സിനിമ നിങ്ങൾ കാണുമ്പോൾ ഓഡിയൻസിന്റെ പ്രതികരണം എന്താണ് ശ്രദ്ധിക്കാറുണ്ട്? ഏതൊക്കെ കഥാപാത്രങ്ങൾക്ക് നല്ല പ്രതികരണം ഉണ്ടായിട്ടില്ല നിങ്ങളുടെ? ഞാൻ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ റിലീസായ ആധാരം എന്ന് പറയുന്ന ഒരു പടത്തിൽ, സൂപ്പർ ഹിറ്റാണ് പടം. അതിൽ ഒരു മുസ്ലിം ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്, ഷാഹിദ എന്നാണ്. അത് ഒരു വിധവയാണ്, നല്ല ക്യാരക്ടറാണ്. പക്ഷെ അത് ആ പടം ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടു തിയേറ്ററിൽ. നല്ല റെസ്പോൺസ് ആയിരുന്നു ഓഡിയൻസ്. പടം കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്നെ എല്ലാവരും വളരെയധികം അനുമോദിച്ചു. ആ പടത്തിൽ ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയുണ്ടല്ലോ, നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ്. നിങ്ങൾക്ക് ചില അനുഭവങ്ങളുണ്ടാവും. ഇത് സിനിമ നിങ്ങളുടെ നല്ല അനുഭവങ്ങളായിരുന്നു, അതല്ല ഇനിയുള്ളവരോട് വരരുതെന്ന് പറയത്തക്ക രീതിയിലുള്ള അനുഭവങ്ങളാണോ? എന്തായിരുന്നു നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നല്ല അനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന കുട്ടികളോടും ഇപ്പോൾ ഉള്ള അപകടങ്ങളൊന്നും പറ്റാത്ത കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, സിനിമയിലുള്ള ആൾക്കാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളൂല. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഇതെന്ന് പറയുന്നത് ഒരു മാഫിയ സംഘം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചില വെർമുല ട്രയാങ്കിളിൽ കൈരളി കപ്പൽ വിട്ടതുപോലെ പെടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പെട്ടുപോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നു.
ഒരപകടം പറ്റും, ഒരപകടം പറ്റി എനിക്ക്. അതിൻ്റെ അനുഭവത്തിൽ ഞാൻ പറയണം, മറ്റുള്ള കുട്ടികൾ വളരെ ശ്രദ്ധിച്ച് നിൽക്കണം. നിങ്ങളുടെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ്? വേദനിക്കുന്ന അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ, ഞാനൊരാളെ വിശ്വസിച്ചു, അയാളുടെ കൂടെ കല്യാണം കഴിച്ചു, താമസിക്കായിരുന്നു. പക്ഷെ പുള്ളി എന്നെ പുള്ളി സിനിമയിലെ ഡയറക്ടറാണ്, അറിയപ്പെടുന്ന ഡയറക്ടറാണ്, സുരേഷ് ബാബു എന്നാണ് പേര്. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പുള്ളി എന്നെ ഒരു ഭാര്യയായിട്ട് ജീവിപ്പിക്കാനോ ആയിരുന്നില്ല കല്യാണം കഴിച്ചിരുന്നതെന്ന് എനിക്ക് വളരെ താമസിച്ചാണ് മനസ്സിലായത്. എനിക്കൊരു അപകടം പറ്റിയതാണ്, ഞാൻ ചതിക്കപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് വളരെ താമസിച്ച് ആണ് മനസ്സിലായത്. അങ്ങനെ പുതിയ കുട്ടികളും ഇനി വരാൻ പോകുന്ന കുട്ടികൾക്കും എൻ്റെ അനുഭവം ഉണ്ടാകരുത്, വളരെ സൂക്ഷിച്ച് വേണം ഈ ഫീൽഡിൽ നിൽക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്നെ പ്രോത്സാഹിപ്പിക്കണം. പ്രേക്ഷകരാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ ലേഡീസ് ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് ഉള്ള പടങ്ങൾ അവരാണ് സ്വീകരിക്കേണ്ടത്. അവർ സ്വീകരിച്ചാൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, ഞങ്ങളുടെ കഴിവെന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള പടങ്ങൾ ഓഡിയൻസ് സ്വീകരിക്കണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രം പറയാനുള്ളത്. ഇത്രയും അവസരം തന്നതിൽ നന്ദി. നിങ്ങൾക്ക് സർവ്വ വിജയങ്ങളും നേരുന്നു. നമസ്കാരം.